തിരികെ വാർത്തകളിലേക്ക്. പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവിൽ വിചിത്രവാദവുമായി ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രൻ. എല്ലാവർക്കും ഗ്യാസ് ലഭിക്കണമെന്നാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത്. വില വർധനവ് മോദി സർക്കാരുമായി ജനങ്ങളെ ചേർത്ത് നിർത്താനാണെന്നും ശോഭ പറയുന്നു. വില വർദ്ധിപ്പിച്ചതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂവെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വിചിത്രമായ കണ്ടെത്തൽ. അതായത് സ്ത്രീകൾക്ക് ഒരിക്കൽ പോലും അടുക്കളയിൽ ഗ്യാസ് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത കോടിക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക്, അമ്മമാർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുകയും ഉജ്ജ്വല യോജന പദ്ധതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയും കൂടുതൽ ആളുകൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കണമെന്നും നമുക്ക് പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉന്നതമായ രീതിയിൽ തന്നെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് കൃത്യതയോടുകൂടി തന്നെ ഗവൺമെൻറ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചില രീതിയിലുള്ള ഇപ്പോൾ വില വർദ്ധിച്ചു, 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ, പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്. അതൊരു വല്ലാത്ത സഹിക്കലായി പോയി. വിജിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നത് സർക്കാരുമായി ജനങ്ങളെ ചേർത്ത് നിർത്താനാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കുറച്ചൊന്ന് മാറ്റി നിർത്തിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? കാരണം ഈ വിലവർധന താങ്ങാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. പണ്ട് വി മുരളീധരൻ പെട്രോൾ വിലവർധനയെക്കുറിച്ച് പറഞ്ഞ ഒരു ന്യായീകരണമുണ്ടല്ലോ, അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു 1ാം ക്ലാസ് ന്യായീകരണമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. തീർച്ചയായും വളരെ വിചിത്രവാദവുമായാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ രംഗത്തെത്തിയത് എന്നുള്ളത് തന്നെയാണ്. ഗ്യാസിന്റെ വില വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വർധനവിലേക്ക് പോയത്? സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒക്കെയായിരുന്നു ഈ ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായ കാര്യം. രാജ്യത്ത് മോദി സർക്കാർ വന്നതിന് ശേഷം സ്ത്രീകളുടെ ശാക്തീകരണം വലിയ തരത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും പണം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ ഈ ഗ്യാസ് വില വർധനവ് അത് സ്ത്രീകളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്ന ചോദ്യം ചോദിച്ചത്. അതിനാണ് ആ സ്ത്രീകൾ എല്ലാം അത് സന്തോഷത്തോടെ നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിലവർധനവ് നടപ്പിലാക്കിയത് എന്നുള്ള വിചിത്രമായ ന്യായമാണ് നിലവിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ആശാവർക്കർമാരുടെ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി ചർച്ച നടത്തില്ല എന്നൊക്കെ വലിയ വാദം ഉന്നയിച്ചപ്പോൾ ചോദിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് എത്ര രൂപയാണ് നിലവിൽ ഓണറേറിയം നൽകുന്നത് എന്ന ചോദ്യമുണ്ടായിരുന്നു. അതിനും മറുപടി പറഞ്ഞത് കേരളം ആശാവർക്കർമാരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്, എന്നിട്ടും പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറിച്ചുള്ള ചോദ്യം വന്നത് അവസാന മാസത്തെയും ഓണറേറിയം കേന്ദ്രം നൽകാനുള്ള ഇൻസെന്റീവ് ഉൾപ്പെടെ ചേർത്തുകൊണ്ട്, നിലവിലുള്ള കുടിശ്ശിക ഉൾപ്പെടെ ചേർത്തുകൊണ്ട് അത് നൽകിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ശോഭാ സുരേന്ദ്രന് ഉത്തരമുണ്ടായിരുന്നില്ല. വീണ്ടും ജോലി കൂടുതൽ ചെയ്യിപ്പിക്കുകയാണ് സംസ്ഥാനം എന്നുള്ള വിചിത്ര ന്യായം അതിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ നേരത്തെ വി മുരളീധരൻ നടത്തിയതിന് സമാനമായ മറ്റൊരു വിചിത്രവാദമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഗ്യാസ് വില വർധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഒപ്പം തന്നെ കേരളത്തെക്കാൾ വലിയ ആരോഗ്യ രംഗമാണ് അത് ഉത്തർപ്രദേശിലേത് എന്നുള്ള വിചിത്രവാദവും മറ്റൊരു ഉന്നയിച്ചു ഈ ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ഈ ഓക്സിജൻ പോലും ലഭിക്കാതെ കുട്ടികൾ മരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ള ന്യായീകരണമാണ് അതിന് ശോഭാ സുരേന്ദ്രൻ നൽകുകയും ചെയ്തത്. ഇതൊരു വല്ലാത്ത ന്യായീകരണമായി പോയി വിജിൻ. കാരണം വെച്ചാൽ ആദ്യമായിട്ടായിരിക്കാം വില വർദ്ധിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് എന്നൊരു രാഷ്ട്രീയ നേതാവ് വിലയിരുത്തുന്നത്. മോദി സർക്കാരിനോട് കൂടുതൽ ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ചേർത്ത് നിർത്തൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ? തീർച്ചയായും രാജ്യത്തെ ലോകത്ത് തന്നെ ക്രൂഡ് ഓയിലിന്റെ വില ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പണം നൽകേണ്ടി വരുന്ന ഒരവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നത്. അത്തരം വിഷയങ്ങൾ ഒക്കെയുണ്ട്. ആ സമയത്താണ് ഗ്യാസിന്റെ വില കൂടി വർദ്ധിപ്പിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇരുട്ടടി നൽകുന്ന സമീപനം ബി.ജെ.പി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ്, വിചിത്രവാദം നിരത്തി ന്യായീകരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള തീരുമാനങ്ങൾ വീണ്ടും ഉണ്ടാകും എന്നുള്ള അത്തരം ഒരു പ്രതീക്ഷയിൽ ജനങ്ങൾ ജീവിക്കുന്നത് ആയിരിക്കും നല്ലത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറഞ്ഞത് ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്തിന് പണം നൽകിയെന്ന് വീണ്ടും ശോഭാ സുരേന്ദ്രൻ ആവർത്തിക്കുകയാണ്. ഏത് പണമെന്ന് ചോദിച്ചപ്പോൾ അത് ഈ ഡിസാസ്റ്ററിനായി നൽകുന്ന പണം നൽകിയിട്ടുണ്ട്, അത് പക്ഷെ സംസ്ഥാനങ്ങൾക്ക് എല്ലാം ഒരുപോലെ നൽകുന്നതില്ലേ എന്ന ചോദ്യത്തിന് അതിന് മറുപടിയില്ലാതെ ഉത്തരം മുട്ടി മറ്റ് വിചിത്രവാദങ്ങൾ ഉന്നയിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത്. അങ്ങനെ ഈ സർക്കാരിനെതിരെ, അതായത് മുഖ്യമന്ത്രി ഈ രാജിവെക്കണം ആവശ്യപ്പെട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. എന്തിനാണ് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത് എന്ന ചോദ്യം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടായി. അപ്പോൾ പറഞ്ഞത് ഈ
കരിമൽ കർത്തയുമായി 2004 മുതൽ സർക്കാരുകൾക്ക് ബന്ധമുണ്ട് എന്നുള്ള ന്യായീകരണം നടത്തുന്നു. ഒപ്പം തന്നെ KSIDC ആരംഭിച്ചത് തന്നെ കരിമൽ കർത്തയ്ക്ക് വേണ്ടിയാണെന്നുള്ള മറ്റൊരു വാദമൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തല്ലേ ഇതിന് പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും അത് തന്നെയാണ് നമ്മളിപ്പോൾ ചോദിച്ചു. ഈ കരാർ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പണം കൈമാറ്റം, ഒപ്പം തന്നെ ഈ ലീഗലി നടന്ന ഒരു ഇടപാടുകൾ, അതിൽ എന്ത് അന്വേഷണമാണ് നടത്തേണ്ടത്, എന്ത് തരത്തിലുള്ള അഴിമതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ BJPക്ക് കുറെ തെളിവുകൾ നൽകാനുണ്ട്, അതൊക്കെ കോടതിയിൽ നൽകും എന്നുള്ള മറ്റൊരു വാദമാണ് ഉന്നയിക്കുന്നത്. ഇത്രയും കാലം അത് എവിടെ പോയെന്ന ചോദ്യത്തിന് അതിന് പക്ഷേ മറുപടിയും ഉണ്ടായില്ല. ഏതായാലും ഈ വിചിത്രമായ വാദങ്ങളുടെ അതിഭയങ്കരമായ ഒരു വേർഷനാണ് ഇപ്പോൾ നമുക്ക് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധന വില വർധന, പാചകവാതക വില വർധന, ഇതൊക്കെ ജനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന പുതിയ കണ്ടെത്തലാണ്. ജനങ്ങളെ മോദി സർക്കാരുമായി ചേർത്ത് നിർത്തുന്നത് ഇത്തരത്തിലുള്ള വില വർധനകളാണ് എന്ന വിചിത്രവാദം ഒരുപക്ഷെ പ്രധാനമന്ത്രി പോലും അന്തം വിട്ടുപോകും ഈ വാദം കേട്ട് കഴിഞ്ഞാൽ. ആ രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പണ്ട് വി മുരളീധരൻ പറഞ്ഞതിൻ്റെ ഒപ്പം പിടിക്കുന്ന തരത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അതിവിചിത്രമായ വാദങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. വിവരങ്ങളാണ് വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.